ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാണ്ട് എനിക്ക് ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവും എനിക്കില്ല. നമ്മളെ കൂടെ നിർത്തിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെയും മന്ത്രിമാരെയും സർക്കാരിനെയൊക്കെ കൂടെ നിർത്തിയിട്ട് ജനങ്ങളുടെ ജീവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരാൾ പോലും മുല്ലപ്പെരിയാർ ഡാം തകർന്ന് മരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുവാന്ന് വിചാരിച്ചു, ഇപ്പം ഈ നിമിഷം നമ്മൾ ഈ ആലുവപ്പുഴയുടെ തീരത്തിരിക്കുമ്പോൾ ഒരു വാർത്ത വരുവാണ്, മുല്ലപ്പെരിയാർ ഡാം തകർന്നു. എത്ര പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് വീഴും? ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിക്കുമെന്നുള്ള പേടിയല്ല, അവരുടെ കുഞ്ഞു മക്കൾ അവരുടെ മുമ്പിൽ കിടന്ന് പെടയുമെന്നുള്ള പേടി കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ആ ലെവലിലുള്ളൊരു ചിന്ത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. എന്ന് വരികിൽ എന്ത് ചെയ്യാനാണ്? ഇതാരും പറയാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതും ഒരു കാര്യമാണ്. ഞാൻ ഒരു വക്കീൽ പണി എടുത്ത് കുടുംബം നോക്കി ജീവിക്കണമെന്ന് വിചാരിച്ച് നടന്ന ആളാണ്. അതിനേക്കാളും കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല. ആകെപ്പാടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായത് ഇങ്ങനെ ട്രാവലിംഗ് എനിക്കൊരു ഹോബിയാണ്. പല രാജ്യങ്ങളും സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് സമയമൊന്നും കിട്ടാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് പോകും. അത്രയുള്ള ജീവിതത്തിൽ അഭിലാഷങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരാൾ ഈ ഒരു കാര്യത്തിന് മുമ്പിൽ നിൽക്കാനുള്ള കാരണം ഇതാണ്. കാരണം കുഞ്ഞു മക്കൾ പടയുന്നത് കാണാൻ വയ്യ. കാരണം 50ഓളം ഡാമുകൾ ഇന്ത്യയിൽ തകർന്ന് അവിടെ ഈ കുഞ്ഞുമക്കളും യുവാക്കളും ഒക്കെ മരിച്ചതാണ്. നിങ്ങളെ നയിക്കുന്നത് ആരാണ്? കേരളത്തെ അല്ലെങ്കിൽ ഭാരതത്തെയൊക്കെ നയിക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നൊന്നുമല്ല. നല്ല സമർത്ഥരായ പൊളിറ്റീഷ്യൻസും സമർത്ഥരായ എഞ്ചിനീയേഴ്സും സമർത്ഥരായ ജനങ്ങൾക്ക് നന്മ പ്രവർത്തിച്ച വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമുള്ള നാടാണ് ഭാരതം. അതൊന്നൊക്കെ നിഷേധിച്ചുകൊണ്ട് പറയണതല്ല. പക്ഷേ ഇന്ന് കേരളത്തെ നയിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭാരതത്തെ നയിക്കുന്ന ആളുകളിൽ പലരും ഈ നാടിനു വേണ്ടിയാണോ ഇവർ ചെയ്യുന്നത്